മലപ്പുറം കാളികാവിൽ 9ാം ദിവസവും കടുവയെ പിടികൂടാനായില്ല. സുൽത്താന എസ്റ്റേറ്റിന് സമീപത്തെ പാന്ത്രയിൽ ഒരു കൂടുകൂടി സ്ഥാപിച്ചു. കടുവയെ ഇനിയും പിടികൂടാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, ഒരു കൂടുകൂടി സ്ഥാപിക്കുന്നു എന്നല്ലാതെ ഈ കടുവയെ പിടികൂടുന്ന കാര്യത്തിൽ പ്രതീക്ഷാവഹമായൊരു പുരോഗതിയും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെ? ഇപ്പോൾ കടുവയെ പിടികൂടാനുള്ള ദൗത്യം 9ാം ദിവസവും പിന്നിടുമ്പോഴും പക്ഷേ കടുവയെ ഇതുവരെ പിടികൂടാനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. അത് തന്നെയാണ് നാട്ടുകാരെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നതും. കാരണം ഈ ഭാഗമെല്ലാം തന്നെ ഈ റബ്ബർ എസ്റ്റേറ്റുകളാണ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന പ്രദേശമാണ്. കഴിഞ്ഞ കുറെ അധികം നാളുകളായി ഈ പ്രദേശത്ത് അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പലതവണയും ഈ കടുവയെ ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കരുവാരക്കുണ്ടിലെ കേരള എസ്റ്റേറ്റ് പാണ്ഡ്ര പ്രദേശത്തൊക്കെ കടുവയെ കണ്ടിട്ടുണ്ട്. നാട്ടുകാർ കടുവയെ കണ്ട പ്രദേശം അവർക്ക് കാണിച്ചു കൊടുത്തു. മാത്രമല്ല കടുവയെ നേരിട്ട് തന്നെ ഉദ്യോഗസ്ഥർ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ എന്നിട്ട് പോലും ആ കടുവയെ വെടിവെക്കാനോ അല്ലെങ്കിൽ പിടികൂടാനോ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നിപ്പോൾ ഈ പാണ്ഡ്ര പ്രദേശത്ത് കൂടി പുതിയൊരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ആ കൂട്ടിൽ ലൈവ് സ്ട്രീറ്റ് ക്യാമറയും വെച്ചിട്ടുണ്ട്. സദാസമയം നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല നേരത്തെ കാളിക്കാവ് അടക്കാകുണ്ട് ആ പ്രദേശത്തും 2 കൂടുകൾ കൂടി സ്ഥാപിച്ചിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 3 കൂടുകൾ ഇപ്പോൾ നിലവിലുണ്ട്. മാത്രമല്ല നിരവധി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളെല്ലാം തന്നെ ഇന്നിപ്പോൾ നിരീക്ഷിച്ചതിലൊന്നും പുതിയ ചിത്രങ്ങളൊന്നും പതിഞ്ഞില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഈ കടുവയെ പിടികൂടാനുള്ള ദൗത്യം നീണ്ടുപോകുന്നതിൽ വലിയ ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. പക്ഷേ ഇതുവരെയും കടുവയെ പിടികൂടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്കോ നീങ്ങിയിട്ടില്ല. ഏതായാലും ഇപ്പോഴും കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. സൈഫു.